കുറച്ച് ഫാമിലീസിലുണ്ടാവും നീ എന്താ പറയുന്നത് ഇങ്ങനെ വിസിൽ ചെയ്യരുത്, ആണുങ്ങളെ പോലെ ഇങ്ങനെ വിസിൽ അടിച്ചുകൊണ്ടൊന്നും നടക്കരുത്, ആൾക്കാരെന്തോ പറയും എന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ടാവും. പക്ഷെ എൻ്റെ ഫാമിലി എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമലാനേത്രൻ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. ഹായ് സുഹൃത്തുക്കളെ, ആണുങ്ങളുടെ കുത്തകയായി അടക്കി വെച്ചിരുന്ന വിസിലിങ് ഇന്നത് പെണ്ണുങ്ങൾ കൈകടത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ഐശ്വര്യയുടെ വീട്ടിലാണ്. ഐശ്വര്യ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ഒരു വ്യത്യസ്തമായ ഉടമ, വിസിലിങ്ങിലൂടെ വ്യത്യസ്തമായ സംഗീതം നമ്മളെ കേൾപ്പിക്കുന്ന ഐശ്വര്യയുടെ വിശേഷങ്ങളാണ്. ഇതാണ് എൻ്റെ വീട്. എന്നെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത് വയനാട്ടിലേക്കാണ്. ഞാനിപ്പം എൻ്റെ വീട്ടിലാണുള്ളത്. നമുക്ക് അകത്ത് പോയി എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതേപോലെ ഒരു സർട്ടിഫിക്കറ്റ് ആണിത്. അതിൻ്റെ കൂടെ ലഭിച്ചതായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോളേജ് ഡേ, ഫ്രഷേഴ്സ് ഡേയുടെ അന്നായിരുന്നു. അന്നാണ് ഒരു വേദിയിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര അപ്ലോസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു അയ്യോ എന്താണ് അവരുടെ അപ്രോച്ച് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഓക്കെ ഇത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് തന്നെ. പിന്നീട് ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പ്രോഗ്രാംസിനൊക്കെ പോകണമെന്ന് അവരും എന്നെ എൻകറേജ് ചെയ്തു. കൂടുതലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒന്നും പറയാതെ പറ്റത്തില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫാമിലീസിലുണ്ടാവും നീ എന്താ പറയുന്നത് ഇങ്ങനെ വിസിൽ ചെയ്യരുത്, ആണുങ്ങളെ പോലെ ഇങ്ങനെ വിസിൽ അടിച്ചുകൊണ്ടൊന്നും നടക്കരുത്, ആൾക്കാരെന്തോ പറയും എന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ടാവും. പക്ഷെ എൻ്റെ ഫാമിലി എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഓരോ പ്രോഗ്രാംസിനും പുറത്ത് വിളിക്കുമ്പോഴും എനിക്ക് പോകാൻ പറ്റിയത്. ഞാൻ ആദ്യമായിട്ടൊരു TV പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമൃത TVയിലെ റെഡ് കാർപ്പറ്റ് ആയിരുന്നു. റെഡ് കാർപ്പറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എന്നെ കുറച്ചും കൂടെ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു നിമിഷം കൂടിയായിരുന്നു. ഭയങ്കര ഒരു സന്തോഷം കൂടിയായിരുന്നു. പിന്നീടാണ് ഓരോ പ്രോഗ്രാംസിലേക്ക് എനിക്ക് അവസരം വന്നതും ഇതേപോലെ ചെയ്യാൻ പറ്റിയതും എല്ലാം. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് വിസിലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്? ഓക്കെ, ഞാനൊരു സോങ് വിസിൽ ചെയ്യാം. ഒരു ഹിന്ദി സോങ് ആണ്. ഗ്രൂപ്പായിട്ട് ഒരു 1200 പേര് ഒരുമിച്ച് നിന്ന് നമ്മുടെ ഹ്യൂമൻ ഫ്ലാഗിൻ്റെ ഒരു ഫോർമേഷൻ ചെയ്ത് ഒരേ അറ്റാറിൽ നിന്നിട്ട് ഈ 1200 പേരും നമ്മുടെ പാട്രിയോട്ടിക് സോങ് ഒരുമിച്ച് അവതരിപ്പിച്ചു. അതിന് ഞങ്ങൾക്ക് വേൾഡ് ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഈ അടുത്ത കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ കൂടുതലും അതിനെപ്പറ്റി അന്വേഷിച്ച് പോയാലേ അറിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിലിങ്ങനെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അറിയത്തില്ല. എല്ലാം അന്വേഷിച്ച് പോകണം. ബിക്കോസ് ഇപ്പം നമ്മുടെ മലയാളികളുടെ ഒരു അസോസിയേഷൻ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്നൊരു സംഘടനയുണ്ട്. അതിലൊരു മെമ്പറാണ് ഞാൻ. ഇന്ത്യയിലെ വിസിലേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ വിസിലേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അതിലെ ഒരു മെമ്പറാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട
ചെയ്യാറുണ്ട്? എത്ര ഭാഷകൾ വിസിൽ ചെയ്യാറുണ്ട്? എൻ്റെ മദർ ടങ് ആയ മലയാളം, പിന്നെ തമിഴ്, ഹിന്ദിയിൽ ചെയ്യാറുണ്ട്, പിന്നെ ഇംഗ്ലീഷിൽ സോങ്സ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇരുന്നൊരു സോങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മ്യൂസിക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും മ്യൂസിക് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം അതിരുന്ന് പഠിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. വിസിലിങ്ങിലൂടെ ഒരു പാട്ട് ഫുള്ള് പാടാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. നമുക്ക് ചെറുതായിട്ടൊന്ന് വിസിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും. അതെ അതെ. പക്ഷെ ഇതെങ്ങനെയാണ് ഇത്രയും ഒരു പാട്ട് മുഴുവനായിട്ട് നമുക്ക് പാടാൻ സാധിക്കുന്നത്? നമ്മളൊരു സോങ് മൊത്തത്തിൽ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം പാടുമ്പം ഇപ്പം ഒരിക്കലും അത് ബുദ്ധിമുട്ടല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ വിസിൽ ചെയ്യുമ്പം എല്ലാം നമ്മൾ ഈ ബ്രത്ത് കൊണ്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ശൈലിയുണ്ട് ചെയ്യുന്നത്. ചിലവർ ടീത്ത് വിസിലിംഗ് ഉണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ ബ്ലോയിങ് ആണ്. അപ്പോൾ വിസിൽ ചെയ്യാൻ നേരത്ത് നമ്മുടെ കാറ്റകത്തോട്ടും പുറത്തോട്ടും എടുത്ത് ചെയ്യാറാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ബ്രത്ത് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയും അങ്ങനെയാണ് എനിക്ക് പറ്റാറ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പുറത്തോട്ട് ചെയ്യുന്നു, അകത്തോട്ട് ചെയ്യുന്നു. അപ്പം ഈ രണ്ടെണ്ണം പുറത്തോട്ടും അകത്തോട്ടും ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇത് രണ്ടും ഒരേപോലെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ടോ, ഈ പുറത്തോട്ടും അകത്തോട്ടും? അതെ അതെ, രണ്ടും ഒരേപോലെ എടുക്കാറുണ്ട്. ഇതാണ് കൂടുതലും നമുക്ക് സഹായിക്കുന്നത്. പുറത്തോട്ട് കൂടുതൽ ചെയ്ത് എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ അകത്തോട്ടും കൂടെ ചെയ്താണ് രണ്ടും ടാലി ആയിട്ട്. രണ്ടിലും എനർജി ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും. രണ്ടിലും എനർജി ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണ് ചെയ്തു തരുന്നത്. ഇത് ഡെയിലി പ്രാക്ടീസ് ഉണ്ടോ? ഡെയിലി പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അല്ലാതെ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ചെറിയൊരു പ്രൈവറ്റ് കമ്പനിയിൽ ചെറിയൊരു ജോബ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ. അവിടെ ചെന്നൊക്കെ പാട്ട് പാടാറുണ്ടോ? ഉണ്ട്. അവിടെയും പ്രോഗ്രാംസ് വരാൻ നേരത്ത് എല്ലാവരും തള്ളിവിടാറുണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓരോ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് അമ്മൂമ്മയാണ്, ഇത് എൻ്റെ ഹസ്ബൻഡാണ്, ഇതെൻ്റെ ബ്രദറാണ്. ഇവര് എല്ലാരും ചെറുതായിട്ടൊക്കെ ഇതേപോലെ പാട്ടൊക്കെ ഉണ്ട് ഉള്ളില്. അമ്മൂമ്മ കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്ന ആളാ. അമ്മൂമ്മ ഒരു പാട്ട് പാടിക്കും. കനി കാണും കമലാനേത്രൻ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോടീര അണിഞ്ഞുക നേണം ഭഗവാനി. എൻ്റെ മകളാ, കൊച്ചുമകള്. സ്വന്തം അതുകൊണ്ട് പഠിച്ചെടുത്തതായി വിസിലടിച്ച് പാടുന്നത്. ഇവിടം വരെ ആയി. സന്തോഷമുണ്ട് ഒരുപാട്. ഹസ്ബൻഡും ചെറുതായിട്ട് പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു സോങ് ഒന്ന്. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഞാൻ എന്നും ഒരു പുഴയായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസമായതേ ഉള്ളൂ. ഇവളിപ്പോ വീട്ടില് ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചൂളടിച്ച് പാട്ടൊക്കെ പാടാറുണ്ട്. പിന്നെ ഇവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഈ ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. അതേപോലെ ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടി നല്ല ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇതെന്റെ ബ്രദർ അശ്വിൻ. ഇവനും ഇപ്പം ഞാൻ വിസിൽ അടിക്കുന്നതൊക്കെ കേട്ട് ഇവനും അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വിസിൽ ചെയ്യും കേട്ടോ. ചേച്ചി കൊച്ചിലെ ഇങ്ങനെ വിസിലടിച്ച് ഇങ്ങനെ പാടുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഇങ്ങനെ വിസിൽ കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ കയറി വരും രാത്രിയാവുമ്പോൾ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പം കേട്ട് ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാനും ചെറുതായി കേട്ട് അതേപോലെ തന്നെ ഞാനും ഇപ്പൊ വിസിൽ ചെയ്യാറുണ്ട് ചെറുതായിട്ട്. ഈ ഒരു വിസിലിങ്ങിലൂടെ ഈ പാട്ട് പാടി ജനഹൃദയങ്ങളിലേക്ക് എത്തിയ ഐശ്വര്യയുടെ കുടുംബമാണ് ഈ കാണുന്നത്. അപ്പോൾ ഐശ്വര്യക്ക് ഇനി എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പറഞ്ഞ പോലെ എനിക്ക് വിസിലിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വിസിലിങ്ങിന്റെ ഓരോ പുതിയ സാധ്യതകളെല്ലാം കണ്ടെത്തി മെയിനായിട്ട് അതിൽ മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. ആലപ്പുഴ മാവേലിക്കരയിലെ വരേണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു ഇംഗ്ലീഷ് സോങ് ചെയ്തു തരാം.
വിസിലിങ്ങിലൂടെ തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഒരുപാട് സ്റ്റേജുകളിൽ എത്തട്ടെ. താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതായിരിക്കും ബൈ. താങ്ക് യു.